Hi friends, welcome to my channel Shweda's Kitchen Canvas. ഞാൻ വിചാരിച്ചു ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന്. എൻ്റെ ചാനലിൻ്റെ പേര് ശ്വേതാസ് കിച്ചൻ ക്യാൻവാസ് എന്നാണ്. അതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആർട്ട്, കുക്കിംഗ്, പിന്നെ DIY അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളത് കണ്ടിട്ട് അത് ചെയ്യാൻ ട്രൈ ചെയ്യുക. അതിൽ ഞാൻ ആദ്യമായിട്ടാണ് വോയിസ് തരുന്നത്. എൻ്റെ വോയിസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളതെനിക്ക് സജസ്റ്റ് ചെയ്ത് തരണം. അപ്പം കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കുക്കിംഗ് വീഡിയോയാണ്. അതിൽ അതിൻ്റെ പേര് ഹെൽത്തി ഓവർനൈറ്റ് ചിയ പുഡിങ്. അതിൻ്റെ 3 ഫ്ലേവേഴ്സാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിൽ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്, പക്ഷേ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന 3 ഫ്ലേവേഴ്സാണ്, സിമ്പിളായിട്ട്. പിന്നെ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചിയ സീഡ്, ഓട്സ്, പിന്നെ മിൽക്ക്. അത് ചിയ സീഡ് എന്ന് പറയുമ്പോഴത്തേക്ക് മെയിനായിട്ട് omega-3 ഫാറ്റി ആസിഡ് ഉണ്ട്. അത് ബ്രെയിൻ ഇമ്പ്രൂവ്മെൻറ്റിന് ഒത്തിരി നല്ലതാണ്. കുട്ടികൾക്കാണേലും ഏജ്ഡ് പീപ്പിൾസിനാണേലും ഒത്തിരി നല്ലതാണ്. മെമ്മറി ലോസിനൊക്കെ നല്ല സാധനമാണ്. ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേസർ പിസ്ത പുഡിംഗ് ആണ്. ഇതിന് ചിയ സീഡ് 1.5 ടേബിൾ സ്പൂൺ വേണം. 1/2 കപ്പ് ബദാം മിൽക്ക് ഏതാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇനി പിസ്ത 1 ടേബിൾ സ്പൂൺ കട്ട് ചെയ്തത്. നെക്സ്റ്റ് 1 നുള്ളു കേസർ 1 അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വാം വാട്ടറിൽ സോക്ക് ചെയ്തു. നെക്സ്റ്റ് യോഗട്ട് 2 ടേബിൾ സ്പൂൺ. ഇനി 1 ടീസ്പൂൺ മാപ്പിൾ സിറപ്പ്, അത് സ്വീറ്റിന് വേണ്ടി. ഹണി അല്ലെങ്കിൽ ഷുഗർ യൂസ് ചെയ്യാം. അടുത്തത് ഓട്സ്, റോൾഡ് ഓട്സ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്, 1.5 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ചിയ സീഡ് 1.5 ടേബിൾ സ്പൂൺ. അടുത്തത് 1.5 ടേബിൾ സ്പൂൺ റോൾഡ് ഓട്സ്. ഇനി 1/2 കപ്പ് മിൽക്ക്, ബദാം മിൽക്കാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്, അത് ഹെൽത്തിയർ ആയതുകൊണ്ടാണ്. ഇനി പിസ്ത 1 ടേബിൾ സ്പൂൺ കട്ട് ചെയ്തത്. അടുത്തത് കേസർ ഇടാം. അടുത്തത് 2 ടേബിൾ സ്പൂൺ കട്ടത്തേര് ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി 1 ടീസ്പൂൺ മാപ്പിൾ സിറപ്പ് ഇതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഷുഗർ അല്ലെങ്കിൽ ഹണി ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇത്രയും മതി. ഇതിനെ ഓവർനൈറ്റ് ഫ്രിഡ്ജ് വെക്കാം. ഫ്രിഡ്ജ് വെച്ചിട്ട് അത് ഇച്ചിരി കൂടെ കുറുകി വരും. ഇനി സെക്കൻഡ് കോഫി പുഡിംഗ് ആണ്. ഇതിന് വേണ്ടത് ചിയ സീഡ് നേരത്തെ എടുത്ത പോലെ തന്നെ എടുക്കണം. ബദാം മിൽക്ക് അതും 1/2 കപ്പ് തന്നെ. ഇനി ബ്ലാക്ക് കോഫി, അതായത് നമ്മുടെ കട്ടൻ കാപ്പി, ഇത് ഇച്ചിരി സ്ട്രോങ് ആയിട്ട് എടുക്കാം. കറുവാപ്പട്ട പൊടിച്ചത്, ഇത് കൊക്കോ പൗഡർ, ഇത് മാപ്പിൾ സിറപ്പ്, പിന്നെ ഞാൻ ഇച്ചിരി ടേസ്റ്റിന് വേണ്ടി വനില സിറപ്പും കൂടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ റോൾഡ് ഓട്സ്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ 1.5 ടേബിൾ സ്പൂൺ ചിയ സീഡ് എടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ഓട്സ് എടുക്കാം. 1/2 കപ്പ് ബദാം മിൽക്ക്, അത് നേരത്തെ ചെയ്തപോലെ തന്നെ. ഇനി 1/4 കപ്പ് ബ്ലാക്ക് കോഫി. ഇത് ഞാൻ കുറച്ച് സ്ട്രോങ് കോഫി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് എടുക്കാം. ഇനി സിന്നമൺ പൗഡർ 2 നുള്ളു. നെക്സ്റ്റ് കൊക്കോ പൗഡർ 1/2 ടീസ്പൂൺ. ഇത് കുറച്ച് ചോക്ലേറ്റി ടേസ്റ്റ് കൊടുക്കും, പ്ലസ് നമ്മുടെ കോഫിയുടെ ടേസ്റ്റ് കൂടി കൂട്ടും. അടുത്തത് മാപ്പിൾ സിറപ്പ് 1 ടീസ്പൂൺ എടുക്കാം. ഇത് കുറച്ച്
കുറച്ചുകൂടി എടുക്കാം, കാരണം കോഫി കുറച്ച് കയ്പുള്ളതിനാൽ അത് കുറച്ച് സ്വീറ്റ് കൂട്ടാൻ വേണ്ടി മാപ്പിൾ സിറപ്പ് ഇച്ചിരി എടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ തൈര്, വനില എസൻസ് 1 ടീസ്പൂൺ ഒഴിക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കോഫിയൊക്കെ ഒന്ന് മിക്സായിട്ട് വരണം. എന്നിട്ട് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കും. ലാസ്റ്റ് സ്ട്രോബെറി പുഡിംഗ്. ഇതിന് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ചിയ സീഡ്, പിന്നെ 2 ടേബിൾ സ്പൂൺ തൈര്, 1/4 കപ്പ് സ്ട്രോബെറി അരച്ചതും, ബദാം മിൽക്ക്, ഓട്സ്, മാപ്പിൾ സിറപ്പ് ഇതെല്ലാം യൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മുമ്പ് ചെയ്ത പോലെ എല്ലാം ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. ആദ്യം ചിയ സീഡ് 1.5 ടേബിൾ സ്പൂൺ, ഓട്സ് 1.5 ടേബിൾ സ്പൂൺ, 1/2 കപ്പ് ബദാം മിൽക്ക്, പിന്നെ സ്ട്രോബെറി പേസ്റ്റ് ചെയ്തത് അത് ഒഴിച്ചേക്കാം. ഇനി മാപ്പിൾ സിറപ്പ് 1 ടീസ്പൂൺ, ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൽ ഞാൻ ഓൾറെഡി സ്ട്രോബെറിക്കകത്ത് പേസ്റ്റ് ചെയ്യാനായിട്ട് തൈര് ഒഴിച്ചതാണ്, അതുകൊണ്ട് വീണ്ടും തൈര് ഒഴിക്കണ്ട. ഇത് ഇത്രയും കൺസിസ്റ്റൻസിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് ആദ്യം ഉണ്ടാക്കിയ കേസർ പുഡിങ്. ഇത് കോഫി പുഡിങ്, ഇത് സ്ട്രോബെറി പുഡിങ്. ഇതെല്ലാം ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് ഓരോന്നിലും നമുക്ക് ഗാർണിഷ് ചെയ്യാം.